രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തപാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലാപിച്ച് കിന്നനായൊരു ദശഗ്രീവനെത്തതാ ചെന്ന് തൊഴുതു പറഞ്ഞു. ത്രിശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവൻ മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിയിടിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്ക എന്നു ചൊല്ലിയിടിന ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ട്, അതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹനഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പറന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാർ ഇവരെൻവരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവ് ഊക്കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നതു കണ്ട് അളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലായതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിദാശു കപിവരന്മാരയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷീണാന്തരേ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസ വീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായുലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട് അതിരൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ കാലടുത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ട് അവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരി പുകേടിനാൻ. ദേവാന്തകനും പരിഖവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു. മൂവരോടും പൊരുതീടിനാനങ്കതൻ ദേവാദികളും പുകഴ്ത്തിനാറന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാർ അതു നേരം. കൈകസി നന്ദനനായ വിഭീഷണൻ
ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്ത് പോർക്കള്ളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൻ പ്രാണനുള്ളവരാരെന്നറിയണം എന്നോർത്തു നോക്കി സഞ്ചരിച്ചു തുടങ്ങേടിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിന് ആരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർക്കളിൽ ചാകാത്തവർ അതിൽ ആരെന്നു നോക്കുവാൻ ഏകാക്കിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാൻ. പിന്നെയും പാദോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? കണ്ണുമിഴിച്ചു കൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ട് ഉള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലിടുക. സത്യം വിഭീഷണനായതു ഞാനെടോ, സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതു ആശരാധീശ്വരൻ തന്നോട്. ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥ അസ്ത്രങ്ങൾ ഏറ്റുമരിച്ചോരോ ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തെടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും. രാമസൗമിത്രി സുഗ്രീവ അംഗദാദികൾ ഇവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്ത് അവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ട് മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ലയെന്ന് അവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങേടേനാൻ. ഗാഢമായി ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദസ്ത്രങ്ങളേറ്റു വരിച്ചോരും ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവർ ആരുമില്ല. നീ എന്നിയെ പോകവേണം, നീ ഹിമവാനയും കടന്ന് ആ കുലമറ്റു കൈലാസ ശൈലത്തോളം
കൈലാസ സന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അറിക നീ. 4 ദിവ്യ ഔഷധങ്ങൾ, അവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നിടൂ, പിമ്പു സന്താനകരണി, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവൻ ഞാൻ വ്രതസഞ്ജീവനേ സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും, ആദിത്യനോളം പ്രഭയുണ്ടു 4നും, വേദസ്വരൂപങ്ങളെന്നു അറിക നീ. വാരാനിധിയും വനങ്ങശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക, മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തിയാ തൊഴുതു മാഹേന്ദ്രമേറിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശംകാരഹിതം കരുത്തോട് അലറിയിടാൻ. വായുവേഗേന കുതിച്ചുയർന്ന അമ്പരെ പോയവൻ നേഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ച മണ്ഡപം ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസം ഋഷഭാദ്രിയും കണ്ട് ഔഷധമൊന്നുമേ കണ്ടതും ഇല്ലല്ലോ. കാടാഞ്ഞു കോപിച്ച് പർവ്വതത്തെ പറിച്ച് ഏണാങ്കബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നമ്പോട് രാഘവൻ മുമ്പിൽ വച്ച് ഇണ്ടൽ തീർത്തിയിടിനാൻ. വൻ പടയ്ക്കന്നേരം കൊണ്ടനേർ വർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്താൽ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നിരുന്നേറ്റിതെല്ലാവരും മുന്നയിരുന്ന വണ്ണം തന്നെ ആക്കണം എന്നു തന്നെ ശൈലം എല്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിത് എന്നരുൾ ചെയ്തോരനന്തരം കൊന്നും എടുത്തുയർന്നാൻ കവിപൊങ്കവൻ വന്നാൻ. അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിൽ എട്ടിടിനാർ എന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോകണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സംപൂജ്യരായ സജ്ജനങ്ങളെ, അങ്ങനെ വീണ്ടും ഇന്ദ്രജിത്തിൻ്റെ പുറപ്പാടാണ്. ഇന്ദ്രജിത്തിൻ്റെ വിജയം തന്നെ ഇതിനെ കൈവരിക്കാൻ കഴിയും. ഒരു മനുഷ്യനിലും അവൻ്റെ ജീവിതയാത്രയിൽ അവന് പതനമുണ്ട്, അവന് ഉയർച്ചയുണ്ട്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മർക്കടന്മാരെ കൂടി യുദ്ധം തുടങ്ങി. ആ സമയത്ത് 3 ദിവസം
തോറ്റു പിന്മാറിയ ഇന്ദ്രജിത്തിന് തോന്നി ബ്രഹ്മാസ്ത്രനോട് ഇത്തവണ എങ്ങനെയായാലും താൻ വിജയിച്ചേ തീരൂ എന്നുള്ള ചിന്തയിൽ ഇറങ്ങി. ഇന്ദ്രജിത്ത് ഇറങ്ങിയത് മാത്രമല്ല, ഇന്ദ്രജിത്തിൻ്റെ ആ ശൗര്യത്തിൽ ബ്രഹ്മാസ്ത്രം തുരിതരെ വർഷിക്കാൻ തുടങ്ങി. അതിലെല്ലാവരും തന്നെ ബോധം കെടുത്താനുള്ള, എല്ലാവരെയും വീഴ്ത്താനുള്ള ഒരു ശക്തി ഇന്ദ്രജിത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. അങ്ങനെ മൊത്തം എല്ലാവരും ബോധറ്റ് വീണ് കിടക്കുക. മരിച്ചു തന്നെ വിചാരിച്ചു. ആകെ ഒരു ശ്മശാന മൂകത യുദ്ധക്കളത്തിൽ വന്നു. അപ്പോൾ വിഭീഷണൻ വന്ന് നോക്കുമ്പോൾ വായുനന്ദനുണ്ട്, ഹനുമാനുണ്ട്. നോക്കുമ്പോൾ ആരും ഒക്കെ ബോധറ്റ് കിടക്കുക. എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അനുഭവമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വല്ല കാര്യത്തിനും പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ച് പിൻവലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ജനങ്ങളിൽ. അതുതന്നെ അവിടെ സംഭവിച്ച് അതിനെ മുന്നേറാൻ വേണ്ടി ആത്മധൈര്യം കൊടുക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ എക്സാമിനേഷന് പോകുന്ന കുട്ടികളെല്ലാവരും തന്നെ അവർക്കൊക്കെ ഇങ്ങനൊരു ബോധക്കേടുണ്ടാവും. തലയിട്ട് വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ താരകമന്ത്രം, ആ രാമമന്ത്രം, ആ ഒരു വാക്ക്, രാമ എന്നുള്ളൊരൊറ്റ വാക്ക് മതി എന്നാണ് പറഞ്ഞത്. ആ ശബ്ദം, ആ താരകമന്ത്രത്തിൻ്റെ ശബ്ദം കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും നിഴലിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് എങ്ങനെയാണോ ഇന്ദ്രജിത്തിനെ അതിജീവിച്ചത് അതുപോലെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ദ്രജിത്തിൻ്റെ അശ്രയത്തോട്ട് എല്ലാവരും ബോധറ്റ് കിടക്കുക. വിഭീഷണും ഹനുമാനും കൂടി തെരഞ്ഞു നോക്കി, ആരും കാണാനില്ല. നോക്കുമ്പോൾ പ്രായ ജാമ്പവാൻ അവിടെ കിടക്കുന്നുണ്ട്, കണ്ണും കാണാണ്ട് കിടക്കുകയാണ്. ജാമ്പവാൻ്റെ അടുത്ത് വിഭീഷണൻ ചെന്നു. ആരാ അത്? ഞാൻ വിഭീഷണൻ. ഇതാണ് അവസ്ഥകൾ. രാമലക്ഷ്മണന്മാരൊക്കെ എല്ലാവരും ബോധം പറ്റി വീണ് കിടക്കുക. ഇനി എന്താണ് ഒരു മാർഗം? ഉടനടി ജാമ്പവാൻ പറഞ്ഞു, ആരെങ്കിലും ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല പറഞ്ഞപ്പോൾ ഹനുമാൻ വായുനന്ദനൻ ജീവിച്ചിരിക്കണ്ടോ എന്നാണ്. വായുപുത്രൻ ജീവിച്ചിരിക്കണ്ടോ എന്നാണ്. കാരണം ഹനുമാന് മുമ്പേ ഹനുമാൻ്റെ കാലത്തൊരു ശാപമേറ്റിട്ടുണ്ടേ. ഹനുമാൻ സൂര്യഭഗവാന്റെ നേർക്ക് ചാടിയപ്പോൾ തന്നെ വജ്രം ഏറ്റിട്ടാണല്ലോ താടിയിൽ പൊട്ടിയിട്ട് ഷേപ്പായത്. പക്ഷെ ഹനുമാന്റെ ശക്തിയെക്കുറിച്ച് ആരെങ്കിലും ഓർമ്മിച്ചാൽ കഴിഞ്ഞാൽ ഹനുമാൻ ആ ശക്തി വീണ്ടും കിട്ടുന്നുള്ള ഒരു വരണ്ടേ. ഹനുമാന്റെ ശക്തി അറിയില്ല. അപ്പോൾ ജാമ്പവാൻ അത് ഓർമ്മിപ്പിക്കുകയാണ് രാമായണത്തിൽ ഒരു വലിയൊരു സന്ദർഭം തന്നെയാണ്. ആരാണ്, ഹനുമാന്റെ ശക്തി എന്താണ് എന്ന് ഇവിടെ ജാമ്പവാൻ വിഭീഷണോട് പറയാണ്. ഹനുമാന് മാത്രമേ ആ ഹിമാലയ സ്ഥാനുക്കളിൽ പോയിട്ട് പർവ്വതങ്ങൾ കടന്ന് ആ മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. വായുപുത്രൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എങ്കിൽ ഇതൊരു വിഷയമല്ല എന്നാണ്. അപ്പം അതുവരെ ഹനുമാന് തൻ്റെ ഇത് അറിയില്ല. ഹനുമാന് കൂട്ടിയേ പറ്റുന്നതാണ്, ഹനുമാന് മാത്രമേ ഇത് സാധിക്കുമെന്നാണ് ചോദിച്ചാൽ എല്ലാവരും ബോധേറ്റപ്പോൾ. അപ്പോൾ ഹനുമാൻ്റെ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ധൈര്യം വീണ്ടും കിട്ടി. തന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആ തോന്നലിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അപ്പം നമുക്കറിയാം, ചില കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചോദിക്കാറുണ്ട്, അതായത് ഞാൻ ജയിക്കുമോ? ഇപ്പോൾ 10ലൊക്കെ നല്ല മാർക്ക് മേടിച്ച കുട്ടിയായിരിക്കും, +2 മാർക്ക് മേടിച്ച കുട്ടിയായിരിക്കും. അവർ എൻട്രൻസ് എഴുതുമ്പോൾ അവർക്കൊരു പേടി. അല്ല, അച്ഛനമ്മമാരോട് ചോദിക്കും, അല്ല ഞാനേ പാസ്സാവോ? എനിക്കൊരു പേടി. അപ്പം നമ്മൾ എന്താ കൊടുക്കേണ്ടത് അറിയോ? ആ കുട്ടികളുടെ അവരുടെ ആ ശക്തി നമ്മൾ ഒരു ഇൻസ്പിറേഷനായിട്ട് കൊടുക്കണം. എങ്ങനെ? നീ 10ൽ ഫുൾ A+ മേടിച്ചില്ലേ, നീ +2 ഫുൾ A+ മേടിച്ചില്ലേ, ഇനി നീ ഇത് തോൽക്കുമെന്ന് പറഞ്ഞു വെച്ചാൽ മറ്റുള്ളവർ വിചാരിക്കുക എന്താ? നിൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ ശക്തി കൊണ്ടല്ല നീ 10ലും പ്രീ ഡിഗ്രിയിലും +2ലും പാസ്സായതെന്ന്. അതുകൊണ്ട് നിനക്കത് കഴിവുണ്ട്. അർജുനനോട് ഭഗവാൻ പറഞ്ഞ മാതിരി, അർജുന ഞാനവരെ കൊന്നിരിക്കുന്നു, നീ വെറുതെ കാണിച്ചാൽ മതിയെന്ന്.
അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ രാമായണത്തിൽ എങ്ങനെയാണോ ജാംബവാൻ്റെ വാക്കുകൾ ഹനുമാന്റെ ശക്തി ഇന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ആ സംവാദം ഹനുമാനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. തനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തൻ്റെ ശക്തിയെ ആ ജാംബവാനിലൂടെ വന്നോടുകൂടി ഹനുമാനെ ഇരട്ടി ധൈര്യം. താൻ ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി, തൻ്റെ എല്ലാമായ ആ പരമാത്മാവായ ശ്രീരാമചന്ദ്രന് വേണ്ടിയാണല്ലോ. അത് ഓർമ്മിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ കഥാഭാഗം ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം വരുന്നതാ. എക്സാമിനേഷന് പോകുന്ന നേരത്ത് തന്നെ കൊണ്ട് പറ്റും, എനിക്കതിന് കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരം പുരാണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും സാധിക്കാത്തൊന്നുമില്ല, എന്തും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും, എല്ലാം കീഴടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഹനുമാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പറയാണ്, ഹിമവേൽ സാനുക്കളിൽ 4 തരം ഇതുണ്ട്, അത് ഏതാണെന്ന് തിരിച്ചറിയില്ല പറഞ്ഞ് ഔഷധം കൊണ്ടുവരാൻ ഹനുമാൻ പോവുകയാണ്. ഹനുമാനെ കൂട്ടിയേ പറ്റൂ. അപ്പോൾ ഹനുമാൻ പോകുന്ന നേരത്താണ് ആ കാലനേമിയുടെ ഒരു വരവുണ്ട്. അതായത് എങ്ങനെയെങ്കിലും എത്തി അവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കാലനേമീനൊക്കെ ഹനുമാൻ നിഷ്പ്രയാസം മറികടന്ന് അവിടെ നോക്കി എങ്ങനെ കൊണ്ടുവരും, എങ്ങനെ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും, എങ്ങനെ ഇതിനെ വേർതിരിക്കും. ഹനുമാന് ഇന്ന ഔഷധം 4 സരണി പറഞ്ഞിരുന്നത് ഏതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഹനുമാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഇതിൽ ഞാനിതിപ്പോൾ ഏതെങ്കിലും പറിച്ചുകൊണ്ട് എന്നാ അതല്ലെങ്കിലോ. പിന്നൊന്നും നോക്കിയില്ല. അപ്പോഴും ഹനുമാന്റെ മനസ്സിലെന്താണ്, ഞാൻ ഇത് കൊണ്ടുവരും, ഇത് കൊണ്ടുവന്നേ തീരൂ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഇതാണ്, ഒരു ശക്തിക്കും എന്നെ പിന്തിരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലേക്ക് ആ ഹനുമാൻ ഉയരാണ്. അപ്പോൾ ഹനുമാന് തോന്നി, ഹനുമാൻ പർവ്വതം മൊത്തം അങ്ങോട്ട് എടുത്തു കൊണ്ടുവരികയാണ്. മൊത്തം പർവ്വതം കൂടെ എടുത്തു കൊണ്ടുവന്നു. മൊത്തം പർവ്വതം ഇട്ടുകൊണ്ട് ഇവിടെ വന്നു പറഞ്ഞു. അങ്ങനെ വിഭീഷണോട് പറഞ്ഞു. അങ്ങനെ ആ ഔഷധം മൃതസഞ്ജീവിനി കൊടുത്തുകൊണ്ട് അവരെല്ലാവരും ഉഷാറായി. ഇനി അടുത്ത 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ആ ഇന്ദ്രജിത്തിനെ കീഴടക്കാനുള്ള തരത്തിലേക്കുള്ള പുറപ്പാടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ മരുന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടാണ് ഇന്നത്തെ ലോകത്തിൽ ജനങ്ങളെല്ലാം കഷ്ടപ്പെടുന്നത്. നമുക്കൊരു പ്രത്യേകിച്ചും അച്ഛനമ്മമാരുടെ ഡ്യൂട്ടിയാണ്. ശാരീരികമായ അസുഖം വന്നാൽ നമുക്ക് ഡോക്ടറെ സമീപിക്കാം. പക്ഷേ മാനസികമായിട്ട് ശരീരം എത്ര മാറിയാലും ശരി, മാനസികമായിട്ടുള്ള ആത്മവിദ്യ വേണ്ടത്. അതിനാണ് ഈ ആധ്യാത്മ രാമായണം, ഭാഗവതം, ഭഗവത്ഗീത, ഇത്തരം ആ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ മൃതസഞ്ജീവിനി അതുതന്നെയാണ്. മരുന്നിനേക്കാൾ ഉപരി നമ്മുടെ ഒരു വാചകം, ആ പടക്കളത്തിൽ മനം മടുത്ത് നിൽക്കുന്ന അർജുനനോട് ആ മനസ്സിലേക്കുള്ള ആ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആ വാക്കുകൾ, കൃഷ്ണൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഉത്തേജിപ്പിച്ച് അതുപോലെ ആ ഹനുമാന്റെ ശക്തി ഉയർത്തി രാമായണത്തിൽ. അപ്പോൾ ഏത് പുണ്യപുരാണ ഗ്രന്ഥം എടുത്താലും ശരി നമുക്കറിയാൻ സാധിക്കുന്നു, ഇതെല്ലാം നമുക്ക് തരുന്നത് മനസ്സിൻ്റെ ആ മാനസികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള തരത്തിലുള്ള എല്ലാ മൂല്യങ്ങളും അടങ്ങുന്ന ഗ്രന്ഥങ്ങളാണ് ഈ രാമായണം, ഭാഗവതവും ഭഗവത്ഗീതയും. അതുകൊണ്ട് ഇത് നിത്യേന ആരാണോ ഇത് മനസ്സിലാക്കി സാധന ചെയ്ത് ജീവിക്കുന്നത് അവർക്ക് എന്നും ആ സന്തോഷം, ശാശ്വതമായ ഭക്തിയും സന്തോഷം ഉണ്ടാവും. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആര്യപാദം മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.
നന്ദി.